എല്ലാവർക്കും നമസ്കാരം. ഞാൻ മീ ആൻഡ് അലങ്കാർ ബൊട്ടിക്കിൽ നിന്ന്. അലങ്കാർ ബൊട്ടിക്ക് തൃശ്ശൂർ, നെല്ലിക്കുന്ന്, അതുപോലെ തന്നെ മാളയിലുമാണ് ഉള്ളത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ട സിൽക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ചെയ്ത നല്ല ക്ലാസി കുറച്ച് സാരീസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. അതിന് മുൻപായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇന്നത്തെ സാരീസിൽ ഫസ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാട്ടോ, എല്ലാം നല്ല പേസ്റ്റൽ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. ഡാർക്കർ ഷെയ്ഡ് അല്ല, എല്ലാം ഈ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ സാരീസും 10 സാരി വരുന്നുണ്ട്. ഈ 10 ടൈപ്പ് ഓഫ് സാരീസും പേസ്റ്റൽ ടോണിലേക്കാട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെമൺ യെല്ലോ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ മിഷൻ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ആണ്. ഈ ഉള്ളിൽ എല്ലാം ഇങ്ങനത്തെ മൾട്ടി ഷെയ്ഡ് പിങ്ക് ആൻഡ് പീച്ച് ഷെയ്ഡിലുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് വന്നിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി ആണ് വിത്ത് ക്രോഷോ ലേസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇനി ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പല്ലുവിന്റെ ഈ സൈഡിൽ ഒരു സൈഡിലാണ് ഇതുപോലെ ഹെവി എംബ്രോയിഡറി, മറ്റേ സൈഡിൽ എംബ്രോയിഡറി ഇല്ലാണ്ടും ആട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരാം ഇങ്ങനെയാണ്. ഈ പ്ലെയിൻ വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ്, വിത്ത് ക്രോഷോ ബോർഡേഴ്സ് ആയിട്ടാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരാം കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സാരിയാണ്. പിന്നെ കോട്ടൺ നമുക്കറിയാം സ്ലൈറ്റ്ലി ട്രാൻസ്പെറന്റ് ആണ്, ഭയങ്കരന്നല്ല, സ്ലൈറ്റ്ലി. ബട്ട് സെയിം ബ്ലൗസ് ഇട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ തീരെ അറിയത്തൊന്നുമില്ല. എന്നാൽ നല്ലോണം ഒതുങ്ങി കിടക്കുകയും ചെയ്യും. തീരെ വെയിറ്റ് ഇല്ലാത്ത സാരീസ് ആട്ടോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള നല്ലോണം ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓഫ് സാരീസ് ആണ്. നല്ല ക്ലാസി എലഗന്റ് ആയിട്ട് നമുക്ക് കൊടുത്തു പോവാം. പ്രൈസിങ് വരെ 1795. കോട്ടൺ സാരീസിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലേക്ക് ആട്ടോ, ലൈറ്റർ പിങ്ക് ഷെയ്ഡാണ്. ഓൾ ഓവർ ബോഡി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി, പിങ്ക് ആൻഡ് പീച്ച് എംബ്രോയിഡറി ആണ് ബോഡി മൊത്തം വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ബോർഡേഴ്സിലേക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിക്ക് എംബ്രോയിഡറി ആണ് ബോർഡേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. വിത്ത് ഈ ഒരു ക്രോഷോ ലേസും ഉണ്ട്. ഒരു സൈഡിലാണ് ഈ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ചെസ്റ്റിന്റെ ഭാഗത്തുള്ള സൈഡിൽ എംബ്രോയിഡറി ഇല്ല, ജസ്റ്റ് ലേസും പിന്നെ ഉള്ളിലുള്ള എംബ്രോയിഡറി ആണ് ഉള്ളത് കേട്ടോ. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് വിത്ത് ഈ ഒരു ക്രോഷോ ലേസ് ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് ഇതിന് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നല്ല ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സാരിയാണ്. സ്ലൈറ്റ്ലി ട്രാൻസ്പെറന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സെയിം കളർ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്താൽ തീരെ അറിയത്തൊന്നുമില്ല. നല്ല ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട്, വെയിറ്റ് ഇല്ലാത്ത സാരി ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ടൈപ്പ് ഓഫ് സാരീസ് ആണ് ഇതൊക്കെ വരുന്നത്. പ്രൈസിങ് വരെ 1795. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സ്കൈ ബ്ലൂ എന്നൊക്കെ പറയുന്ന ഷെയ്ഡാണ്. ഓൾ ഓവർ ബോഡി ഈ ഒരു പിങ്ക് ആൻഡ് പീച്ച് എംബ്രോയിഡറി ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആട്ടോ ഇതിൻ്റെ എല്ലാം വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. വൺ സൈഡിലേക്കാണ് ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. ഇനി പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ബോർഡർ ഈ എന്താ പറയുക, 4 ബോർഡേഴ്സിലും ഇതുപോലെ ക്രോഷോ ലേസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബ്ലൗസ് പീസ് വരെ പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ്, ക്രോഷോ ലേസർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക്. നല്ല ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സാരിയാണ്. തീരെ ചൂടൊന്നും എടുക്കില്ല. നല്ല കൂൾ ഫീലിംഗ്, ബ്രീസി ഫീലിംഗ് ഉള്ള സാരിയാണ്. പ്രൈസിങ് വരെ 1795. നല്ലൊരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡിലേക്ക് ആട്ടോ ഇത് വന്നിരിക്കുന്നത്. ഡിസൈൻ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഡിസ്ക്രിപ്ഷൻസും എല്ലാം സെയിം തന്നെയാട്ടോ വന്നിരിക്കുന്നത്. കോട്ട സിൽക്ക് ആണ് ഇതിന്റെ ബേസ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് എങ്ങനെയാണ് വിത്ത് ക്രോഷോ ലേസ് ആണ് അതിന്റെ ഏറ്റവും അറ്റത്ത് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലായിട്ട് മിഡിൽ പോർഷനിൽ ഇതുപോലത്തെ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ്. പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ആണ്. ബ്ലൗസ് പീസ് വരെ പ്ലെയിൻ വിത്ത് ക്രോഷോ ലേസ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക, പ്ലീറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഇങ്ങനെയാട്ടോ വന്നിരിക്കുന്നത്. കാണുന്ന ഭാഗത്തേക്ക് ചെറിയ ചെറിയ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ ഭാഗത്തേക്കും ഉണ്ട് എംബ്രോയിഡറി ഉണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. താഴേക്കും വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത് 1795. നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻസ് എല്ലാം സെയിം ആണ്. ഓൾ ഓവർ ഇൻസൈഡ് ദ ബോഡി ഫുൾ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് വിത്ത് ക്രോഷോ ലേസ്. പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പല്ലുവിന്റെ ഈ ഒരു സൈഡിലേക്കാണ് വർക്ക് വരുന്നത് കേട്ടോ. മുകളിലത്തെ ചെസ്റ്റ് പോർഷനിലേക്ക് ജസ്റ്റ് നമുക്ക് ഇതുപോലെ ക്രോഷോ ലേസും ഇതുപോലത്തെ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ബ്ലൗസ് പീസ് വരെ പ്ലെയിൻ വിത്ത് ക്രോഷോ ലേസ്ഡ് ബോർഡേഴ്സ് ആയിട്ടാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. നല്ല രസമായിട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന, നല്ല ക്ലാസി ആയിട്ട് നിൽക്കുന്നത്, ഈവൻ 1 ലെയർ ആയിട്ടായാലും പ്ലീറ്റഡ് ആയിട്ടായാലും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് സാരീസ് ആണ്. പ്രൈസിങ് വരെ 1795.
കോട്ട സിൽക്കില് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ്? കളർ കോംബോ ഏകദേശം സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ വർക്കിനാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. ഇതിലെന്ന് പറയുമ്പോൾ സെയിം മെറ്റീരിയൽ കോട്ട സിൽക്ക് തന്നെയാണ്, നല്ലോണം ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ബോർഡേഴ്സിൽ ക്രോഷ്യോ ലേസ് വരുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ഉള്ളിലത്തെ എംബ്രോയിഡറി നല്ല അടുപ്പിച്ചിട്ടുള്ള കുറേയും കൂടെ അടുപ്പിച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത്. അതുപോലെ തന്നെ മുമ്പ് കാണിച്ച സാരിയുടെ ഈ ഒരു പ്ലീറ്റ് ഭാഗം അടിയിലേക്ക് വരുമ്പോൾ കുറച്ച് അകന്നുള്ള എംബ്രോയിഡറി ആണ് വന്നിരുന്നത്. ഇത് സെയിം എംബ്രോയിഡറി തന്നെയാണ് താഴേക്കും വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമുള്ള ടൈപ്പ് ഓഫ് എല്ലാ കളർ ഷെയ്ഡ്സും ഭയങ്കര രസമാണ് കാണാൻ. ഇതിന്റെ എംബ്രോയിഡറിയും കുറച്ചും കൂടെ ഒരു തിക്കർ എംബ്രോയിഡറി ആണ്. ബോർഡർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിക്കർ എംബ്രോയിഡറി ആണ്. ഓൾ ഓവർ ബോഡി അടുപ്പിച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സാരീസിന്റെ ഒക്കെ താഴെ ഭാഗം ആ ഒരു വൺ സൈഡ് മാത്രമാണ് എംബ്രോയിഡറി വരുന്നത് കേട്ടോ. മുകളിലേക്കുള്ള ഭാഗം ജസ്റ്റ് നമുക്ക് ക്രോഷ്യോ ലേസും അതുപോലെ തന്നെ ഈ ഓൾ ഓവർ ബോഡിയുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? പ്ലെയിൻ വിത്ത് ക്രോഷ്യോ ലേസ് ആയിട്ടാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരാം. നല്ല രസമായിട്ട് നമുക്ക് കൊടുത്തു പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരിയാണ്. സ്ലൈറ്റ്ലി ട്രാൻസ്പെറൻറ്റ്, സെയിം ബ്ലൗസ് ഇട്ട് പെയർ ചെയ്ത് അറിയൊന്നുമില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതിന്റെ പ്രൈസിങ് വരുന്നത് 2095. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഷെയ്ഡ്സ് എല്ലാം റെപ്പിറ്റേഷൻ ആണ്, ഇതിന്റെ വർക്കിന് മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പീച്ചിന്റെ സെയിം ഡിസൈൻ പാറ്റേൺ, നല്ല തിക്ക് ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ഒരു ബോർഡറിലേക്ക് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ബോഡി അടുപ്പിച്ചിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത്. പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ബ്യൂട്ടിഫുൾ പല്ലു, ക്രോഷ്യോ ലേസ് ഉണ്ട് ഇതിന്റെ 4 ബോർഡേഴ്സിലും. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ വിത്ത് ക്രോഷ്യോ ലേസ് ആണ്. നല്ല രസമായിട്ട് നമുക്ക് കൊടുത്തു പോവാം. ഇതിന്റെ കാണുന്ന ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഫുൾ എംബ്രോയിഡറി വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് നമുക്ക് കൊടുക്കാം. ഈവൻ 1 ലെയർ ആയിട്ടായാലും അതുപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ട് വെച്ചാലും നല്ല ഭംഗിയുള്ള സാരിയാണ്. നല്ല റിച്ച് ലുക്ക് തോന്നുന്ന സാരിയാണ് ഇത് വരുന്നത്. കോട്ട ലവേഴ്സിന് പറ്റിയ ഷെയ്ഡ്സും ആണ്, പറ്റിയ സാരിയും ആട്ടോ. നല്ലോണം ഒതുങ്ങി നിൽക്കും. പ്രൈസിങ് ഇതിന്റെ വരുന്നത് 2095. നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പിങ്ക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ സാരി, സെയിം ഡിസ്ക്രിപ്ഷൻ ആണ്. ഓൾ ഓവർ എംബ്രോയിഡറി വരുന്നുണ്ട്. ബോർഡേഴ്സ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. വിത്ത് ക്രോഷ്യോ ലേസ് ആണ്, ക്രോഷ്യോ ലേസിന്റെ ബോർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, സിമ്പിൾ പല്ലു ആണ് വിത്ത് 1 സൈഡ് ഹെവി എംബ്രോയിഡറി. ബ്ലൗസ് പീസ് വരെ പ്ലെയിൻ വിത്ത് ക്രോഷ്യോ ലേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ലോണം ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഓഫ് സാരീസ് ആണ്. പ്രൈസിങ് വരാം 2095. നല്ല ഒരു ബേബി യെല്ലോ ഷെയ്ഡാണ്. കളർ ചാർട്ട് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പക്ഷെ അതിന്റെ എംബ്രോയിഡറിക്കാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിക്ക് എംബ്രോയിഡറി ആണ് വിത്ത് ക്രോഷ്യോ ലേസ്. ഓൾ ഓവർ ബോഡി ഇതിന്റെ നല്ല അടുപ്പിച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ്. പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരെ പ്ലെയിൻ വിത്ത് ക്രോഷ്യോ ലേസ്ഡ് ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക്. പ്രൈസിങ് വരാം 2095. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ലൈറ്റ് ഗ്രേ ഷെയ്ഡിലേക്കാട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഓൾ ഓവർ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഒരുമാതിരി എല്ലാ സാരിക്കും ഒരു പീച്ച് പിങ്ക് ഗ്രീൻ ആ ഒരു കോമ്പോയിലേക്കാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് കേട്ടോ. പല്ലു വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ബ്ലൗസ് പീസ് വരെ പ്ലെയിൻ വിത്ത് ക്രോഷ്യോ ലേസ്ഡ് ബോർഡേഴ്സ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വരാം കേട്ടോ. ഇങ്ങനെയാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക്. ഈവൻ പ്ലീറ്റഡ് ആയിട്ടായാലും 1 ലെയർ ആയിട്ടായാലും നല്ല രസമായിട്ട് നമുക്ക് ഇട്ടുപോകാൻ പറ്റുന്ന സാരീസ് ആണ്. പ്രൈസിങ് ഇതിന്റെ വരുന്നത് 2095. ഇന്നത്തെ നമ്മുടെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മൾ താഴെയുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. കൂടുതൽ ഗൈഡൻസും ഡീറ്റെയിൽസും വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനിയും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.